ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാണ് ഉണ്ടാക്കാൻ പോണ പാസ്ത ആണ്. പാസ്തക്കുള്ള സ്പൈരലി പാസ്ത ആണോ അല്ലേ? ഞാൻ പണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ ഇതുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നമ്മൾ തന്നെ തിന്നണ്ട, മടുക്കൂലേ. ഇതിന് മുന്നേ ഉണ്ടാക്കി നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതാ വീണ്ടും ഉണ്ടാക്കാൻ പോവുകയാണ്. പൊട്ടിക്കട്ടെ. വാ, ഇതാ മറ്റേ പേക്കും പൊട്ടിച്ചിട്ടു. നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ പോകുന്നു. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് നല്ലോണം കിടന്ന് ഇതിലൊന്ന് വെന്ത് ഇതാട്ടെ. എന്നിട്ട് അത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇതാ വെന്ത് തുടങ്ങിക്കണ്. വെന്തിട്ടുണ്ട്. പാസ്തയിലേക്കുള്ള ഇറച്ചിയൊക്കെ കൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് ഇറച്ചി മാത്രം എടുക്കണം. ഇതാ നമ്മൾ ഇതാണ് കേട്ടോ ഉള്ളിക്ക് വരട്ടത്. ഉള്ളിൻ്റെ പൊടിയാണിത്. ഇതാ ഒനിയൻ പൗഡറാണ് കേട്ടോ. അതിട്ട് ഇതാ മറന്നു കഴിഞ്ഞാടുമ്പോൾ പറയണ്ട. കുരുമുളക് ഇട്ട് ഉപ്പിട്ട് ഇത് നല്ലോണം ഇങ്ങനെ ഞോണ്ടി കുഴയ്ക്കുക. പാത്രം വെച്ച് ഇതൊക്കെ ലേശം ഓയിൽ, സൺഫ്ലവർ ഓയിൽ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇട്ടേക്കട്ടല്ലേ. ഇതാ ഈ ഇറച്ചി ചൂടായിട്ടുണ്ട്. ഇറച്ചി നമുക്ക് ഇതിലിട്ട് കൊടുക്കുക. നല്ലോണം ഇരിക്കുന്നത് ഒന്ന് വെന്ത് പൊരിയട്ടെ കേട്ടോ. നമ്മൾ പാസ്ത ഒഴിക്കാൻ പോവാണ്. പാസ്ത ഒഴിച്ച് അതൊന്ന് വെള്ളം പാരട്ടെ കേട്ടോ. അപ്പം ഇതിന് ഇറച്ചിയൊക്കെ ഒന്ന് മൊരിയട്ടെ. ലേശം വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഒട്ടി പിടിക്കാതെ വെക്കുകയുള്ളൂ. ഒട്ടി പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ടാ പൊരിഞ്ഞ് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് ഇങ്ങനെ പൊരിയട്ടെ. എന്നിട്ടാ ഇറച്ചിയെല്ലാം വെന്ത് കിട്ടി. നമുക്കതിലേക്ക് പോരാം. എല്ലാവരും ഉണ്ടാക്കണ സാധനം തന്നെ കിട്ടില്ല മക്കളെ. ശരിച്ച് പിടിക്കാം. എണ്ണയൊന്നും ഇല്ലാവാതെ കോരി എടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് കോരി എടുക്കുക. എണ്ണ അവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യം ഉണ്ടാവും. ഇത് നമുക്കൊന്ന് ചെറുങ്ങനെ ക്രിസ് ചെയ്യണം, ചെറുങ്ങനെ പൊടിക്കണം. ഓക്കെ, ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇടണം. ബട്ടർ എടുത്തു. ഇത് വേണ്ട, അത് എടുത്തേക്കാം അല്ലേ. ഇത് വേണ്ട, തിര വേണ്ട, ഓയിൽ വേണ്ടല്ലോ. ഇതാ നമ്മള് എണ്ണ ചൂടായി. ഇതാ ബട്ടർ ഇടാൻ പോണു. ബട്ടർ അരിയോ കുറച്ചാൽ ബട്ടർ വേഗം ബട്ടർ. ഇതാ നമുക്ക് ഇതില് ഒരു സ്പൂണ് മൈദപ്പൊടി ഇട്ടിക്കണേ. ഇപ്പൊ 3 വലിയ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് ഈ എണ്ണയിൽ തന്നെ ഇട്ടപ്പോൾ പൊരിച്ചെടുക്കാൻ പോരാ മതി. ഇനി നമുക്കിത് ഇതിലേക്ക് പാല് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. കട്ട കുത്താതെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ആയിട്ടുണ്ട്. 2 4 3 കൈ. എന്തൊക്കെ ചെരിക്കണോ? എന്നിട്ടാ നമ്മളിതിലേക്ക് ഇതിലൊരു 1.5 സ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഇടാം അല്ലേ. ഇതാ 1 സ്പൂണ് വെട്ടൽമുളക് ഇട്ടിട്ടുണ്ട്. ചുവന്ന വെട്ടൽമുളക് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെന്താ ഇതൊക്കെ കൊടുത്ത് മറന്നു ഞാൻ.
ഇത് വെളുത്തുള്ളിൻ്റെ പൗഡറാട്ടോ അത്. ഇതാ വെളുത്തുള്ളിൻ്റെ പൗഡർ കുറച്ചിടുക. മതി. വെളുത്തുള്ളിൻ്റെ പൗഡർ ഇട്ട് എന്താ ഉള്ളി പൗഡർ കുറച്ചിതാ ഉള്ളിൻ്റെ പൗഡർ. നിങ്ങളൊക്കെ ഒറിജിനൽ ഇട്ടാ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ഓർഗാനിൻ്റെ പൗഡർ ഇടുന്നുണ്ട്. ഇത് ഓർഗാനി കേട്ടോ. അതാ ഓർഗാനിക് പൗഡർ. ഓർഗാനോ നമ്മൾ വരുമ്പോൾ ഇവിടെ നാവല്ലേ വളഞ്ഞും തിന്നൊക്കെ പോകും. അതൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നാല് ഇളക്കി കിണ്ടി ഇളക്കി ഇങ്ങനെ എടുക്കുക. ചില നാട്ടിലൊക്കെ ഞാൻ കേട്ടു കിണ്ടി അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നമ്മളെ മക്കൾ കളിയാക്കി ചിരിക്കണ മക്കളെ. അപ്പൊ ഉപ്പ് കുറച്ചും കൂടെ വേണം മക്കളെ. ഉപ്പും പാത്രം ഞാൻ കൊണ്ടക്കാര വെച്ചത്. ഉപ്പിട്ടിട്ടുണ്ട്. നല്ല ഡിമ്മാണ് തങ്ങാഴ്ചി. അപ്പൊ ഇതൊക്കെ എല്ലാം ഇട്ടിട്ട് ഇതൊന്നും ഇടാൻ നമുക്ക് പൊടികളൊന്നും ഇറച്ചിടണ്ടേ. ഇതാ നമ്മൾ ഒക്കെ വെട്ടി കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചത് ചെറുതായിട്ട് ഇതാ കുത്തി ഉടച്ച് പൊരിച്ചതിൻ്റെ ശേഷം ഇതൊക്കെ കയ്യിലേക്ക് ഇട്ടെടുത്ത് നല്ലോണം അതങ്ങോട്ട് ഇളക്കി എടുക്കുക. കിട്ടാ മക്കളെ. എന്താ ടേസ്റ്റ് അറിയാം നമ്മൾ ഉണ്ടാക്കുന്നത് തിന്നാൻ. വാവ്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ കൈ വിറ്റി വെച്ച പാസ്ത ഇതിലേക്ക് ഇടുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിലേക്ക് തട്ടി കൊടുക്കട്ടെ. കെപ്പില്ല മക്കളെ. എന്നിട്ടാ നമ്മളെ പാസ്ത ഒക്കെ റെഡി. ഇതാ ഉറ്റി പോകാതാണ്. ഇതാണ്ടാ അടിപൊളിയായി വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റൊക്കെ നോക്കി നമ്മൾ കുട്ടികളൊക്കെ ഒന്നും കൊണ്ട് വരട്ടെ. എന്നിട്ട് തിന്നണം. നമ്മളെ പാസ്ത പാത്തു തിന്നണ്. അങ്ങനെ നമ്മളെ പാത്തുട്ടിയും ഇത്താത്തിയും തിന്നാണ്. നമ്മളൊക്കെ ഇപ്പം തിന്നു. അങ്ങനെ എന്താ പേര് പറഞ്ഞേ? പാത്രത്തിലില്ല. എനിക്ക് വേണ്ട. ഇതാ പാത്രത്തിലൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങോട്ട് തിന്നടി. എന്നാ ഓക്കെ. കൊടുത്തു ഓരോരുത്തരും അങ്ങനെ തുടങ്ങിക്കോളൂ. മതിയായി ഉണ്ടാവും. അവൻ പോവാണ്. മതിയോ അലിമേ മതിയോ? നമ്മളെല്ലാരും ഇതാ പുറത്തെടുത്ത് തിന്നാണ് കേട്ടോ. പുറത്ത് ബാൽക്കണിയിൽ ലൈറ്റ് ഇട്ടില്ല. ഇതാ ഭക്ഷണം കഴിക്കുകയാണ് പുറത്തുനിന്ന്. അങ്ങനെ എല്ലാവരും തിന്ന് കഴിഞ്ഞു മക്കളെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.